ഇന്ത്യക്കാർക്ക് ഏറെ സുപരിചിതമായ ഇന്ത്യൻ കോഫി ഹൗസിന്റെ ചരിത്രം അറിഞ്ഞാലോ? ഇന്ത്യയിൽ കോഫിയുടെ സ്വീകാര്യത വർദ്ധിച്ചു വന്നിരുന്ന കാലഘട്ടമാണ് 1940-കൾ. ഈ സമയത്താണ് കോഫി ബോർഡിന്റെ നേതൃത്വത്തിൽ കോഫി ഹൗസുകൾ നിലവിൽ വന്നത്. തുടർന്നുള്ള വർഷങ്ങളിൽ കോഫി ഹൗസിന്റെ നിരവധി ശാഖകൾ നിരവധി സംസ്ഥാനങ്ങളിൽ ആരംഭിക്കുകയും ചെയ്തു. വർഷങ്ങൾ കഴിഞ്ഞു പോകെ നിരവധി കാരണങ്ങളാൽ കോഫി ഹൗസിലെ ജീവനക്കാരെ പിരിച്ചുവിടാൻ ബോർഡ് തീരുമാനിക്കുകയും വലിയൊരു വിഭാഗം ജീവനക്കാർക്ക് ജോലി നഷ്ടപ്പെടുകയും ചെയ്തു. അക്കാലത്ത് മലയാളിയും കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്ന AK ഗോപാലന്റെ നേതൃത്വത്തിൽ കോഫി ഹൗസിന്റെ ജീവനക്കാർ ഇന്ത്യൻ കോഫി വർക്കേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിച്ചു. ഇത് ബാംഗ്ലൂരിലായിരുന്നു രൂപീകരിച്ചത്. പിന്നീട് 1957 ഡിസംബർ 27-ന് ഡൽഹിയിൽ ആദ്യത്തെ പുതിയ ഇന്ത്യൻ കോഫി ഹൗസ് ആരംഭിക്കുകയും ചെയ്തു. ക്രമേണ ഇന്ത്യൻ കോഫി ഹൗസ് ശൃംഖല രാജ്യത്ത് ഉടനീളം പ്രധാന നഗരങ്ങളിൽ വ്യാപിച്ചു. മാത്രമല്ല, കോഫി ഹൗസ് പിന്നീട് ഇന്ത്യക്കാരുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറി. ഒരു കാലത്ത് ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാർക്ക് പ്രവേശനം നിഷേധിച്ചിരുന്ന, ചരിത്രത്തിന്റെ ഭാഗമാകേണ്ടിയിരുന്ന ഒരു സ്ഥാപന ശൃംഖല ഒരു മലയാളിയുടെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത് പുനരാരംഭിച്ചു. രാജകീയ വേഷത്തിൽ ഒരു കൂട്ടം വിളമ്പുകാർ എത്തുന്ന, ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരു സഹകരണ പ്രസ്ഥാനമായി ഇന്ത്യൻ കോഫി ഹൗസ് മാറി. കൂടെ രാജ്യത്തിന്റെ മാതൃകയായി ഇന്നും ഇന്ത്യ മുഴുവൻ നിലകൊള്ളുകയാണ്.